ഹലോ, എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും സേഫായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബൊഗൈൻവില്ലേനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ ബൊഗൈൻവില്ലയൊക്കെ ഈ പ്രാവശ്യം നല്ലതുപോലെ പൂത്ത് നിൽപ്പുണ്ട്. ഇനിയും പൂക്കാൻ ബാക്കിയുണ്ട്. കുറച്ച് ഇലകളൊക്കെ മാറി കുറച്ചുകൂടി പൂക്കാനുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ ഇത് കിട്ടിയതിന് ശേഷം അതിനെപ്പറ്റിയുള്ളൊരു കഥ പറയാം. അപ്പോൾ ഇതിനെ കിട്ടിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും നിറച്ചും പൂക്കുന്നത്. അപ്പോൾ നിറച്ചും പൂക്കുന്നതിൻ്റെ കാരണം കൂടി നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ബൊഗൈൻവില്ലേനെ കുറിച്ചുള്ളൊരു കഥ പറയാം കേട്ടോ. ഞങ്ങൾ ആദ്യം താമസിച്ച റെൻറ്റഡ് ഹൗസ് ഓണർ ഒരു ചേച്ചി ഉണ്ടായിരുന്നേ. അപ്പോൾ ചേച്ചി അവിടെ നിന്ന് വിട്ടിട്ട് വേറൊരു സ്ഥലത്തോട്ട് പോകുമ്പോൾ ചേച്ചി എനിക്ക് തന്നതായിരുന്നു ഈ ബൊഗൈൻവില്ല ചട്ടികളൊക്കെ നിറച്ചു പൂക്കളായിട്ട്. ഇത് മാത്രമല്ല, ഇതിൽ കൂടുതലുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഈ റെൻറ്റഡ് ഹൗസിലൊക്കെ ഇതൊക്കെ എടുത്ത് കൊണ്ടുപോകേണ്ട ബുദ്ധിമുട്ട് കാരണം ഞാൻ കുറേ ആൾക്കൊക്കെ കൊടുത്തു. എന്നാലും അതിൻ്റെ അകത്ത് നിന്ന് കുറച്ചെണ്ണം ഞാൻ സെലക്റ്റീവായി എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ വിചാരിക്കുന്നത് അത് മുഴുവൻ എടുത്താൽ മതിയായിരുന്നു, കുഴപ്പമുണ്ടായില്ല എന്ന്. അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ച ചട്ടികളാണ് ഇതെല്ലാം. അപ്പോൾ ഇതിൻ്റെ പേരൊന്നും എനിക്ക് സെപ്പറേറ്റ് പറയാൻ അറിയില്ല, കാരണം എനിക്ക് വലിയ അറിവില്ല കേട്ടോ. ബൊഗൈൻവില്ലയെ പറ്റിയിട്ടൊന്നും വലിയ അറിവില്ല. നമ്മുടെ നാട്ടിലൊക്കെ കടലാസ് പൂക്കൾ എന്ന് പറയുന്ന സാധനത്തിന് ഇപ്പോഴാണ് ഈ ബൊഗൈൻവില്ല എന്നുള്ള പേരും അതിന് ഡിഫറെൻ്റായ വേറെ നെയിമുകൾ ഉണ്ടെന്നൊക്കെ അറിഞ്ഞത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇതുപോലെ കുറച്ച് കളേഴ്സ് ഉണ്ട്. ഓറഞ്ച്, അതുപോലെ വൈറ്റ്, പിന്നെ ഒരു ഡാർക്ക് പിങ്ക് ഉണ്ട്, പിന്നെ ഒരു ലൈറ്റ് പിങ്ക് ഉണ്ട്, പിന്നെ വേറെ എന്തൊരു കളർ, പിന്നെ ഒരു റോസിൽ തന്നെ 2-3 കളർ വ്യത്യാസമുണ്ട് കേട്ടോ. പിങ്ക്, അതുപോലെ ഡാർക്ക്, ലൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ 2-3 കളേഴ്സ് ഉണ്ട്. പിന്നെ ഡബിൾ ഷെയ്ഡ് വരുന്ന ഒരു കളറും ഉണ്ട്. ഇതാണ് കൂട്ടത്തിൽ നല്ല ഭംഗിയുള്ള ഡാർക്ക് പിങ്ക് കളറ്. ആദ്യം ഒരു റെഡായിട്ട് വന്നിട്ട് പിന്നെ അതൊരു ലൈറ്റ് പിങ്കിലേക്ക് മാറുകയാണ് ചെയ്യുക. ഇങ്ങനെയുള്ള 3 കളേഴ്സ് ഉണ്ട് കേട്ടോ. ഈ ഒരു കളർ വരുന്ന ഡിഫറെൻ്റായ 3 എണ്ണം ഉണ്ട്. അപ്പോൾ ഇനിയും പൂക്കാനുണ്ട്, അതുകൊണ്ടാണ് ഈ ഇലകളൊക്കെ കാണുന്നത്. പിന്നെ എല്ലാം പൂത്ത് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല, കാരണം ഇത് നിറച്ച് പൂത്ത് നിൽപ്പുണ്ടായിരുന്നു ഈ ഒരു കളറ്. അപ്പോൾ ഇത് എല്ലാം കാണാതെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണുമ്പോൾ എനിക്ക് അങ്ങ് കൊതിയായിട്ട് പാടില്ല. അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കണ്ടപ്പോഴാണ് ഈ പ്രാവശ്യം എന്തായാലും ഈ ബൊഗൈൻവില്ലയുടെയൊക്കെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത്. പിന്നെ നമ്മൾ മുന്നേ ഒരു വളം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായി ചേച്ചിന്ന് കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് കൂടെ പറയാമെന്ന് വിചാരിച്ചു. അപ്പം കാണാൻ നല്ല ഭംഗിയില്ലേ, ഒരു ബൊക്കെയൊക്കെ പോലെ ഇല്ലേ കാണാനായിട്ട്. അപ്പം ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ ഇത് ഈ ഒരു ഡബിൾ ഷെയ്ഡായിട്ട് വരുന്ന, ആദ്യം വൈറ്റായിട്ട് വരും, പിന്നെ നല്ല തിക്കായിട്ടാണ് ഇത് പൂക്കുക കേട്ടോ. പിന്നെ അതൊരു പിങ്ക് കളറിലോട്ട് മാറും. അങ്ങനെ ഒരു കുഞ്ഞു കൊമ്പയിലാണ് കേട്ടോ അത് പൂത്ത് നിൽക്കുന്നത്. കാണാൻ നോക്കി എനിക്കതൊരു കൗതുകമായി തോന്നി. അപ്പോൾ അതാണ് നിങ്ങൾ കാണിച്ചു തന്നത്. അങ്ങനെ 2 കളർ വരുന്നതാണ്. ഇനിയിപ്പം നമുക്ക് ബൊഗൈൻവില്ലയുടെ കളക്ഷൻ കുറച്ചുകൂടി കൂട്ടണമെന്ന് ആഗ്രഹമുണ്ട്. ആദ്യം വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായ ഫ്ലവറൊന്നും അല്ല കേട്ടോ ഇത്. ഇപ്പോഴാണ് അതിനോട് കുറച്ചുകൂടി ഒരു ക്രേസ് കൂടിയത്. നമ്മൾ ഈ പൂക്കുന്ന സമയത്താണല്ലോ നമുക്ക് അതിനോട് ഇൻട്രസ്റ്റ് കൂടുക, അല്ലെങ്കിൽ ഇല മാത്രമായിട്ടാണല്ലോ കാണാറുള്ളത്. എനിക്കിതിനെ പറ്റിയിട്ടുള്ള ഒരു കെയറിങ്ങും കാര്യങ്ങളും ഒന്നും അറിയത്തില്ലായിരുന്നു. എല്ലാം നമ്മുടെ യൂട്യൂബ് മാമനോട് ചോദിച്ചിട്ടാണ് എല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നത്. എങ്ങനെ പ്രൂൺ ചെയ്യണം, ഏത് ടൈമിൽ പ്രൂൺ ചെയ്യണം, ഏത് ടൈപ്പ് വളം കൊടുക്കണം, ഏത് സമയത്തൊക്കെ വളം കൊടുക്കണം എന്നൊക്കെ അറിഞ്ഞത് നമ്മൾ യൂട്യൂബ് നോക്കിയിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു എന്ന് പറയുന്നത് ഗാർഡൻ സെറ്റിങ്ങിലൊക്കെ പിച്ച വെച്ച് നടന്നു വരുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് ഇനിയും പൂക്കാനായിട്ട് ഒത്തിരി ബാലൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ചേച്ചിയുടെ അടുത്ത് ഇതുപോലെ പൂത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് ആദ്യമായിട്ടാണ് ഇതുപോലെ പൂത്ത് കിട്ടുന്നത്. അപ്പോൾ അതിന് ഞാൻ കൊടുത്ത വളം മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രൂണിങ് ഒക്കെ കഴിഞ്ഞ സമയത്ത് കുറച്ച് ചാണകപ്പൊടിയും എല്ലുപൊടിയും ഒക്കെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്നതിൻ്റെ ചോടൊക്കെ ഇളക്കിയിട്ട്, അതൊക്കെ ഞാൻ മുന്നേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ അവിടെ നിന്ന് എടുത്തു കൊണ്ടുവരാൻ പറ്റാഞ്ഞിട്ടാണ് കേട്ടോ. അതേ അവിടെ ഇനിയും കിടപ്പുണ്ട്. അപ്പോൾ എന്നെ കൊണ്ട് പറ്റാവുന്നതൊക്കെ ഞാൻ ഇതുപോലെ ഒരു സ്ഥലത്ത് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കഞ്ഞിവെള്ളം, തലേദിവസം കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് അത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചായയൊക്കെ കാച്ചതിൻ്റെ ആ ഒരു എന്ന് പറയുന്നത് ബാലൻസ് വരുന്നതും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായി. പിന്നെ മുട്ടത്തോട്, ഇതൊക്കെയാണ് എൻ്റെ വളം എന്ന് പറയാനുള്ളത്. പിന്നെ നമ്മൾ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇതുപോലത്തെ കുറച്ച് ഇലകളൊക്കെ അധികം നിൽക്കുന്ന കമ്പും അതുപോലെ കുറച്ച് വലിയ ഇലകളൊക്കെ ഇല്ലേ, ഈ ഇലകളൊക്കെ ഇതുപോലെ ഒന്ന് നുള്ളിക്കൊടുത്താൽ മതി. അപ്പോൾ അവിടുന്ന് പുതിയ കിളിപ്പുകളൊക്കെ വന്ന് ചിലപ്പോൾ അത് പൂവായിട്ടായിരിക്കും ആ കിളിപ്പുകൾ വരിക. അപ്പോൾ ഈ ഒരു ഐഡിയ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. ഇത് ഞാൻ ഇതുപോലെ യൂട്യൂബിൽ തന്നെ കണ്ട് പരീക്ഷിച്ച് വിജയിച്ച ഒരു ഐഡിയ ആണ് കേട്ടോ. കുറച്ച് വലിയ ഇലകളും പിന്നെ ഇതുപോലെ കുറേ ഇലകൾ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു 5-6 ഇലകളൊക്കെ ഇതുപോലെ ഒന്ന് പിച്ചിക്കളയുക. അപ്പോൾ തന്നെ അവിടെ പുതിയ കിളിപ്പൊക്കെ വന്നോളും. അപ്പോൾ ഈ ഐഡിയ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. പിന്നെ നമ്മൾ മെയിനായിട്ട് ഇട്ട് കൊടുത്ത സാധനമാണ് DAP എന്ന് പറയുന്നത്, ഡയമോണിയം ഫോസ്ഫേറ്റ്. അപ്പോൾ ഇത് ഇടാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ, ഞാൻ നഴ്സറിയിൽ പോയിട്ട് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതുപോലെ ഇതിട്ട് കൊടുത്താൽ മതി, അപ്പോൾ പൂക്കളുണ്ടാകുന്ന ചെടിക്കൊക്കെ നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ 15 ദിവസം കൂടുമ്പോൾ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ 20-30 ദിവസം കൂടുമ്പോഴൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ ചോടൊക്കെ ഇളക്കിയിട്ട്, നമ്മൾ വലിയ ചട്ടിയൊക്കെ ആണെങ്കിൽ ഈ ഒരു സ്പൂൺ അളവിനും, ഇനി അതിൽ ചെറിയ ചട്ടിയാണെങ്കിൽ ഇത്തിരി കൂടി അതിൻ്റെ 1/2 സ്പൂണും, പിന്നെ തീരെ പൊടി ചട്ടിയാണെങ്കിൽ ഒരു അതിൽ
ഇച്ചിരി കുറച്ചിട്ട് അങ്ങനെ ഒരു രീതിയിലാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 3-4 ദിവസം എന്തായാലും വെള്ളം ഒഴിക്കാതിരിക്കരുത്, വെള്ളം ഒഴിക്കുക തന്നെ വേണം. അതിൻ്റെ ഒരു വർക്കിംഗ് നടക്കണമല്ലോ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ബൊഗൈൻവില്ല ഈ പ്രാവശ്യം ഇതുപോലെ പൂത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഈ DAPയിൽ അടങ്ങിയിരിക്കുന്നത് ചെടികൾക്കൊക്കെ ആവശ്യമായ നൈട്രജന്, അതുപോലെ തന്നെ ഫോസ്ഫറസ്, പിന്നെ മൈക്രോ ന്യൂട്രിയൻസ്, പിന്നെ NPK അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അടങ്ങിയതുകൊണ്ടാണ് DAP ഇത്രയും നല്ലതായിട്ട് ചെടികൾക്ക് പ്രവർത്തിക്കുന്നത് കേട്ടോ. പിന്നെ ചെടികളൊക്കെ വളർന്നു വരുന്ന ഒരു സമയമില്ലേ, ആ ഒരു സമയത്ത് ഇത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വേരിനും അതുപോലെ ഇലകളും പൂക്കളും ഒക്കെ നല്ല ആരോഗ്യത്തോടു കൂടി പെട്ടെന്ന് തന്നെ വളർന്നു വരാൻ സഹായിക്കും. അപ്പം ഇതൊരു നല്ല സൂപ്പർ വളമാണ് കേട്ടോ. പൂക്കൾ ഉണ്ടാകുന്ന ചെടിക്കും നമുക്ക് നേരിട്ട് നമ്മുടെ മണ്ണിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കിത് ലിക്വിഡ് ആക്കിയിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് അതിൻ്റെ മുകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതുപോലെ 15 ദിവസം കൂടുമ്പോൾ 20 ദിവസം കൂടുമ്പോൾ ഒക്കെ ഇതിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ റിസൾട്ട് കിട്ടിയിട്ട് നിങ്ങളെ നല്ലതുപോലെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ഇത്ര ലേറ്റ് ആയത്. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ DAP കൊടുത്തിട്ട് എന്തായി എന്നുള്ളത്. അപ്പോൾ ഇതിന് മാത്രമല്ല കേട്ടോ, ഞാൻ പൂ ഉണ്ടാകുന്ന പല ചെടികൾക്കും കൊടുത്തിട്ടുണ്ട്, എല്ലാത്തിനും നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതാണ് നിങ്ങൾ എൻ്റെ ബൊഗൈൻവില്ലയുടെ വിശേഷം പറയാനുള്ളത്. അപ്പോൾ എന്നെ പോലുള്ള ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നതും അതുപോലെ ചെടികൾക്ക് വളർത്തി തുടങ്ങുന്നതുമായ വീട്ടമ്മമാർക്കൊക്കെ ഉപകാരമാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ ഇതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റിനും ഇതുപോലെ തന്നെ കൊടുക്കാൻ പറ്റിയ ഒരു വളമുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ ഗ്രാനുൾസ് രൂപത്തിലുള്ള ഒരു വളമുണ്ട്, ഫെർട്ടിലൈസർ. അതും സോയിലിൽ തന്നെ കൊടുക്കുന്നതാണ്. അതിനെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അതും ഞാൻ ഇതുപോലെ പരീക്ഷണം നടത്തി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും തീർച്ചയായും നിങ്ങളെ അറിയിക്കാം. അപ്പോൾ നല്ല വെയിലായിരുന്നു, നമുക്കിവിടെ 4 മണി ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നല്ല വെയിലാവട്ടോ ഫ്രണ്ട് സൈഡിൽ. പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഇതുപോലെ പൂത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെയിലും കൂടെ വേണമല്ലോ, നമ്മുടെ ബൊഗൈൻവില്ലയുടെ മെയിൻ ഐറ്റം വെയിലും കൂടിയാണല്ലോ. വെയിലും വളവും ഒരുപോലെ സംയോജിക്കുമ്പോഴാണ് നല്ലതുപോലെ റിസൾട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പിന്നെ ഈ ബൊഗൈൻവില്ലയുടെ ഒക്കെ പേര് അറിയുകയാണെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.